ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ മോഹൻലാലിനെ ആദരിച്ച് ജന്മനാട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയടക്കം ചലച്ചിത്ര, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. മോഹൻലാലിന്റെ അംഗീകാരം മലയാള സിനിമയ്ക്കുള്ളതെന്നും മലയാളികളുടെ അപര വ്യക്തിത്വമാണ് മോഹൻലാലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഈ പുരസ്കാരത്തിലൂടെ ദേശീയ തലത്തിൽ നമ്മുടെ സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. മലയാളിയുടെ അപര വ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ. ലോകത്തിന്റെ തെറ്റായ കോണിൽ ജനിച്ചുപോയതുകൊണ്ട് മാത്രം ഓസ്കർ കിട്ടാതെ പോയ പ്രതിഭയെന്ന് വാനപ്രസ്ഥം കണ്ട ഫ്രഞ്ചുകാർ പറഞ്ഞപ്പോൾ ഇവിടെ ജനിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യതനായി മറുപടി നൽകിയ മോഹൻലാലിനെ മലയാളിക്ക് അഭിമാനത്തോടെയല്ലാതെ കാണാനാവില്ല. ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിനേക്കാൾ വലിയ വൈകാരിക നിമിഷമെന്നാണ് മോഹൻലാലിന്റെ ചടങ്ങിലെ പ്രതികരണം. ഡൽഹിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തെക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് ഞാൻ ജനിച്ചു വളർന്ന കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ്. എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തെരഞ്ഞെടുത്ത സർക്കാരുമാണ്. ഇതിനിടയിൽ പ്രിയ ചങ്ങാതിക്കുള്ള ആദരം കാണാൻ ജഗതി ശ്രീകുമാർ നേരിട്ടെത്തിയതും ചടങ്ങിന് ആവേശമായി. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഒഴുക്കിൽ മുങ്ങിപ്പോവും വേദിയിൽ നിന്നിറങ്ങി സുഹൃത്ത് ജഗതിയുടെ അടുക്കലെത്തി മോഹൻലാൽ അഭിവാദ്യവും ചെയ്താണ് മടങ്ങിയത്. നമുക്കൊപ്പം ഗോപാൽ ശീലാസനിലുണ്ട്. ഗോപാൽ, വളരെ വൈകാരികമായ ചടങ്ങായിരുന്നു അല്ലേ തലസ്ഥാനത്ത്? അരുൺ, ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു പരിപാടിയാണ് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ആദരമൊരുക്കി. ലാൽ സലാം എന്ന് പേരിട്ട പരിപാടി വലിയ സർവ്വസന്നാഹങ്ങളോടുകൂടിയാണ് നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 5 മണിക്കാണ് പരിപാടി നടക്കുന്നത് എന്ന് അറിയിച്ചിരുന്നത് എങ്കിൽ പോലും 3 മണിയോടുകൂടി തന്നെ മോഹൻലാലിനെ കാണുവാൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. പിന്നീടുള്ള മണിക്കൂറുകൾ കാത്തിരിപ്പിൻ്റെതായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട താരം എത്തുന്നതിന് വേണ്ടി അവർ കണ്ടിലെണ്ണ ഒഴിച്ചവിടെ കാത്തിരുന്നു. ഒട്ടും വൈകിയില്ല. കൃത്യം 5 മണി കഴിഞ്ഞതോടുകൂടി തന്നെ മോഹൻലാൽ വേദിയിലേക്ക് ഇടം തോൾ ചരിച്ചു അങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹത്തിന്റെ അകമ്പടിയായി ആയിരക്കണക്കിന് ജനങ്ങളുടെ കരഘോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോൾ മോഹൻലാലിനെ ഇതിഹാസം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങളെ പേരെടുത്ത് അദ്ദേഹം വേദിയിൽ പറയുകയും മോഹൻലാലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. മറുപടി പ്രസംഗത്തിൽ വികാരാധീനായിട്ടായിരുന്നു മോഹൻലാൽ പ്രതികരിച്ചത്. തന്റെ ജന്മനാട്ടിൽ ഇത്ര വലിയ സ്വീകരണം ഒരുക്കിയ സർക്കാരിന് അദ്ദേഹം നന്ദി പറഞ്ഞു. അതിനോടൊപ്പം തന്നെ തലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച സിനിമാ യാത്ര, ആ യാത്രയിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്നവരെയും ഇപ്പോഴുള്ളവരെയും ഒക്കെ അദ്ദേഹം അയവിറക്കാനും ഓർമ്മിക്കാനും മറന്നില്ല. പിന്നീട് അതിനുശേഷം ഈ മോഹൻലാൽ ലാൽ സലാം എന്ന പരിപാടിക്ക് ശേഷം, അതിന്റെ ചടങ്ങുകൾക്ക് ശേഷം കൃത്യമായി തന്നെ ചില സംഗീത പരിപാടികളും കലാപരിപാടികളും അരങ്ങേറി. മോഹൻലാൽ താങ്ക് യു ഗോപാൽ ശിലാസനൽ. എത്ര പറഞ്ഞാലും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല അല്ലേ? അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് വളരെ മനോഹരമാണ്. മലയാളിയുടെ അപര വ്യക്തിത്വമാണ്, ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ. ശരിയല്ലേ?